வணக்கம் மக்களே, வெல்கம் டு சேனல். நாஷினி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். வணக்கம். இன்னைக்கு நம்ம என்ன மூவி பார்க்க போறோம் அப்படின்னா, காட்ஃபாதர் 1991ல வந்தது. மலையாளம் அடாப்டேஷன். ஏன்னா காட்ஃபாதர்ன்னு சொல்லிட்டு ஹாலிவுட்ல இருக்கு. அ அந்த மாரி அடாப்டேஷன் இருக்கும்னு நெனச்சு தான் நான் வந்தேன். ஆனா பார்த்தா வந்து காமெடி மூவின்னு போட்டிருக்கு. உள்ள பார்த்தா முகேஷ் இருக்காரு, நம்ம ஜெகதீஷ் இருக்காரு. இவங்க ஆக்சுவலி பார்த்தீங்கன்னா, நம்ம அந்த ஒரு இது பார்த்தோம் தெரியுமா? ஹரிஹர். ஹரிஹர நகர் அந்த கே ஓ! அந்த காம்போல வரவைங்க. ஆ டைரக்டர் வந்து பார்த்தோம்னா, சித்திக்கியும் லாலோட காம்பினேஷன். ஸோ ஓ! ஆல்மோஸ்ட் எல்லா ஃபன்னான எலமெண்ட்ஸும் இதுல இருக்கு. பட் 1991னால எந்த மாரி எடுத்திருப்பாங்கன்னு டவுட்டா இருக்கு. ஃபன் எலமெண்ட்ஸ் பேசுறியே திலகன் இருக்காரு. திலகன் வந்து அவரு அவரு இந்த மூவி பார்த்தப்ப தான் எனக்கு ஃபன் ஆயிருச்சு. ஆ ஓகே. ஸ்படிகம் பார்த்தவங்களுக்கு தெரியும். ஓகே. இதுல பார்த்தீங்கன்னா, அ முகேஷ், கனகா, என்என் பிள்ளை ஒரு பயங்கர பட்டாளமே இருக்குன்னு தான் சொல்லணும். இதுல ஹரிஸ்ரீ அசோகன் தான் எனக்கு பரீட்சைப்பட்டதுல ஒருத்தரா இருக்காரு. ஆம் இது 19 ஓகே. ஸ்கிரீன் பிளே ரைட்டிங்குமே வந்து சித்திக் கில்லால் தான். ஆ யாஹ் ஒரு இன்ட்ரஸ்டிங்கான ஆஸ்பெக்ட். படத்துக்குள்ள போலாம். படத்த முடிச்சுட்டு டிஸ்கஷன் போலாமா? போலாம். ஓகே. ஐயய்யோ! ஏதோ டெத் போயிருக்குடா. கழுகா பருந்துலாம் பறந்துட்டு இருக்கு. அழுதுகிட்டே போறாங்க. ரொம்ப எமோஷனலா தேவையில்ல. வரும். ഇൻസ്റ്റന്റാ സ്റ്റാർട്ട് പണ്ടാള്. അയ്യോ എന്താ എന്താ പ്രശ്നം അറിഞ്ഞില്ലേ? ഇല്ല എന്നാ വാ അല്ല എന്താ പ്രശ്നം? ഫിലിം റെക്കോർഡിംഗ് പോലെ அந்த பாண்ட் சவுண்ட் கேக்கும். എന്താ പക്ഷേ എന്താ പ്രശ്നം? അപ്പൊ ഇയാളി നാട്ടിലൊന്നുമല്ലേ? ആ പോണ നാരായണ ചേട്ടന്റെ മോനെ യക്ഷി പിടിച്ചോണ്ട് പോയി. യക്ഷിയാ? ഏത് യക്ഷി? കടപ്പുറം കാർത്തിയാനി. എന്റെ ദൈവമേ, ഇതിപ്പോ എത്രാമത്തെ ആളെ അവളിങ്ങനെ പിടിച്ചോണ്ട് പോയി ഭർത്താവാക്കണത്? അവക്ക് എന്ത് ചെയ്താലെന്താ? ആ ആനപ്പാറയിലെ അച്ഛമ്മയും അവരുടെ ഗുണ്ടകളുണ്ടല്ലോ സഹായത്തിന്. ആ അഹങ്കാരം അവക്ക് ഒക്കെ ഇന്നത്തോണ്ട് തീരും. നാരായണ ചേട്ടൻ പോണതേ 500 ആനെ കാണാനാ. 500 കാണാനോ? ആ അതെ. ഇന്ന് എന്തെങ്കിലും നടക്കും. ஆக்சுவல் எக்ஸி சொல்றாங்களா வேற ஏதாவது பொண்ணு எக்ஸின்றாங்களா? ஆக்சுவல் எக்ஷியா தான் இருக்கும். எனக்கு என்னமோ யாரோ லேடியை தான் வந்து திட்டுறதுக்காக எக்ஸின்னு சொல்லுவாங்க நினைக்கிறேன். മുതലാളി ഞങ്ങൾ 500 മുതലാളി. அசோக் இல்ல இல்ல. வேறயா? ഞങ്ങളെ രക്ഷിക്കണം മുതലാളി. இலக்கண் நினைக்கிறேன். இல்ல என்னன்னு பிள்ளை. I think என்னன்னு so. இல்லையா? ഞങ്ങളുടെ കുടുംബത്തെ മുതലാളി രക്ഷിക്കണം. ശശിക്ക് ഞാൻ അങ്ങോട്ട് വരണോ? കേറി വേണോ? ദേവരാന്ന് വെച്ചിട്ടേക്ക് വരുന്നു. என்னடா நடக்குது? അപ്പൊ അടച്ചു കൂട്ടിയോ? ഇനി പോകാൻ പരിപാടിയില്ലേ? തുറന്നോ കഴുത. തുറക്കണോன்றாரா മൂടണോன்றாரா? புரியல என்ன நடக்குதுன்னு. എന്താടാ കാര്യം? 500 മുതലാളി. ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ മുതലാളി. അതെന്താ ബാക്കിയുള്ള മുതലാളിമാരെല്ലാം ചത്തോ? കാര്യം പറയടാ. എന്റെ നാരായണൻ കുട്ടിയെ കാർത്തിയാനിയുടെ ആളുകൾ ഒന്ന് പിടിച്ചോണ്ട് പോയി മുതലാളി. ഏത് കാർത്തിയായിനിയാടാ? കടപ്പുറത്ത് കാർത്തിയാനി എന്ന് പറഞ്ഞ് ഒരുത്തി വന്ന് താമസിക്കുന്നുണ്ട്. അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കുക ഓ മുതലാളി. അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ പറയടാ. ഞാൻ പറഞ്ഞാന്ന് പറ. പോലീസുമായിട്ട് ഞങ്ങൾ ചെന്നതാ മുതലാളി. എന്നിട്ടും അവൾ അവനെ വിട്ടു തന്നില്ല. ആ അത് ശരി. അപ്പോ ഈ പോലീസും പട്ടാളവും എല്ലാം തോറ്റെടുത്ത് ഇനി ഞാൻ പോയി അടി കൂടണല്ലേ? എനിക്ക് മനസ്സില്ല. ഓടുന്നു. ആ കടപ്പുറം കാർത്തിയാനിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കണത് ആ ആനപ്പാറയിലെ അച്ചമ്മയാ. ஆனப்பாறை அச்சம்மன். അച്ചമ്മ Ops അയച്ചു gang കൊടുത്ത പോലെ. കുട്ടികളാ അവർക്കിപ്പോ കാവല്. ഇവർക്ക് ടെൻഷൻ അടിച്ചു പോകും. വക്കീലേ, എടോ വക്കീലേ. ഞാനിവിടെ ഉണ്ട്. ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലാത്തവരെ ഞാൻ വിളിക്കുവോ? താനാ ഫോണെടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് നീ വരാൻ പറ. போன்லாம் வச்சிருக்காங்க. 91ல ആ, ഇതൊരു പെണ്ണ് കേസല്ലേ? ടെലിഫോൺ. നിങ്ങൾക്കറിയില്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസിലും 500 ഇടപെടില്ലെന്ന്? ഹാ. എടോ വക്കീലേ, ഞാൻ കേട്ടിടത്തോളം ഇതൊരു പെണ്ണ് കേസല്ല. ആനപ്പാറയെ തള്ളയും മക്കളും ഇടപെട്ട കേസാ. അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദിച്ചു പറ്റി തോന്നാലും ഈ എന്നോടാ സഹായിക്കും. Ops gang ആ. സഹായിക്കും. അത് നീയാണ് തീരുമാനിക്കുന്നത്, ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഹാ, കാര്യം. ആ താൻ വിളിയോ? வீட்லயே லாயர் வச்சிருக்காருன்னா ഇതെന്തും? சேட்டை பிடிச்சால்தான். ஏய் வந்துட்டாரு திலகன். യെസ്. ബാലരാമനോടാ? അതെ ഞാൻ ബാലരാമനാ. ആ നീ ഇവിടെ വഴി പറഞ്ഞല്ലോ. ഒരാഴ്ച പെട്ടെന്ന് വരണം. ഇതാ വരുന്നു, ഉടനെ വരാം. பேரெல்லாம் போல. ശരി, ഞാൻ വന്നിട്ട് നോക്കാം. ആ ഉച്ചക്ക് മുമ്പ് കണക്ക് കൊണ്ട് ஓ, இப்ப இவருதான் ശരി, ഞാൻ காட்ஃபாதரா? പുസ്തകത്തിൽ നിന്ന് കണക്ക് മാഞ്ഞു പോയിരിക്കും. എടുത്തോട്ട് പോടോ.
ജിതേന്ദ്രിയം ബുദ്ധിമതാം ആ ഹനുമാൻ ശ്രീരാമദൂതം ശിരസാ നവാമി. எனக்கு இவர் ரொம்ப பிடிக்கும்பா. எனக்கும் இந்த பில் அடிக்குதான்னு பாக்குறாரா? ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരാ ഇപ്പൊ എന്റെ കൂടെ അടിക്കണേ? കയ്യിലുള്ള ആ കുഞ്ഞു കിണർ ഒന്ന് മേശപ്പുറത്ത് വെച്ച് ഫോൺ കിണറ് കേട്ടൂടെ എന്റെ കുട്ടി? ഞങ്ങളിവിടെ എന്താ ചെയ്യണെന്ന് നിനക്ക് കണ്ടൂടെ എന്റെ കുട്ടി? എന്നാ ഫോൺ എടുക്കണ പെരട്ടെ. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ? ആ വാതാത്മജം ശിരസ. ഓ പ്രേമം നോക്കിയടാ. ആരമ്മേനെ കെട്ടി പിശാചാന്ന്. ചോറ്. ഹലോ, ആരാ? നിന്റെയൊക്കെ അമ്മയെ കെട്ടിയ പിശാച് തന്നെയാ. ഓ ചേട്ടാ, അച്ഛനാ? അച്ഛൻ? അയ്യോ, யார் அம்மையா கட்டின பிசாசுடா? വേണ്ട, നീ അവനെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. വന്നേക്കാ അച്ഛാ, ഉടനെ വന്നേക്കാം. പ്രേമ ഒന്ന് പിടിച്ച എനിക്ക് ഇത്തിരി പണിയുണ്ട്. അയ്യോ എടാ തൊരപ്പാ, അച്ഛന്റെ ഒച്ച നിനക്ക് മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ലെങ്കിലേ നിന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തുടാ. പോ. இவரு ரொம்ப ஷேக்கர் வாய்ஸ் பேசுறாருல, அது எனக்கு ഹലോ, பிடிக்கும். ജപ്പാനി ഹോസ്റ്റലില്ലേ? അതെ, ആ രാമത്തിനൊന്ന് കിട്ടണമല്ലോ. ഇപ്പൊ വിളിക്കാം. ஓ கேங்கே சேர்க்கிறாரு. முகேஷ் தானே? ஆஹா, இவருதான்டா ஹீரோ. യെസ്, രാമഭദ്രൻ ഹിയർ. നീ എന്താ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? கரெக்டா கண்டுபிடிச்சாரு. പോയിട്ട് പിന്നെ വന്നിട്ട് വീണ്ടും പോകാനായിട്ട് പോയിട്ട് അപ്പോഴാണ് അച്ഛന്റെ ഫോൺ വന്നിട്ട് മതിയടാ. പോയില്ല. ഉച്ചക്ക് പൊക്കോളാം. വേണ്ട, നീ ഇങ്ങോട്ട് വന്നാ മതി. ഇല്ല, ഉച്ചക്ക് തീർച്ചയായിട്ടും പൊക്കോളാം. അതല്ലടാ, ഇവിടെ വന്നിട്ട് വേറെ കാര്യമുണ്ടെന്ന്. ആണോ? എങ്കിൽ ഞാൻ ദേ അവിടെ എത്തി. அப்ப இவருதான் காட்ஃபாதர் போல. இவருக்கா இப்போ? அப்படியா? ஐ மீன் இவரு தான் சொல்றேன். தாத்தா தான். எல்லாத்துக்கும் அப்பா இவருதான். ஆமா, ஆமா, இவருதான். காட்ஃபாதர். நீ முகேஷ் சொல்றீங்க நினைச்சேன். இல்ல 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 எல்லா டாப் கையும் வந்துருச்சீங்க. ஜெகதீஷ் வரல இன்னும். ஜக்கீஸ் ஆப்ஸா தான் இருப்பாரு. பீச்லயா? ஆறு போனு லாயரு கேங்கு தானே? என்ன பிள்ளை 91. இப்பெல்லாம் யாரும் தடி வச்சு நடக்கிறது இல்லைல்ல. யூஸ் பண்றவங்க இருக்காங்க. എക്യുപ്മെന്റ്ല റെഡി. ഓ വെപ്പൺ. എന്താണാവോ മുതലാളിമാരെല്ലാരും കൂടെ പാവങ്ങളുടെ കൂരയില്? പാവങ്ങളാണ്ട്. ആ തീർച്ചയായും. നീ നക്കൽ പിടിച്ച പാർട്ടിയാ. ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന്. ചെല് അങ്ങോട്ട് ചെന്ന് ആ കുട്ടിയെ ഇറക്കിട്ട് വാ. ചെറുക്കനെ കൊണ്ടുപോകാന്നാണല്ലേ? നടക്കൂല മുതലാളി. നടക്കൂലേ? അയ്യോ, എന്നാ ഞങ്ങൾ തോളത്തെടുത്തോണ്ട് പോവാം. നീ എടുക്കോടാ, ഇവ എടുത്തോളാന്ന്. ഏയ്, അവനെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകില്ല. കൊണ്ടുപോകും മുതലാളി. ഇത് കടപ്പുറമാണ്. ഇത് കടലിൽ നിന്ന് മീൻ മാരണ കയ്യും നാറും. ഇത് ഞാൻ ചന്തി കരുതുന്ന കയ്യാ. നിന്നെ നാട്ടാൻ ഇത് മതി. ஓகே ஃபைட் ஸ்டார்ட். ஏய் எனக்கு இது புடிச்சிருச்சு. லெஃப்ட் ஹேண்ட் போல்டா உனக்கு. த சிந்தின சந்தி சிந்தி இல்ல. ஜாலியா இருக்காரு. 500 ரூபாய். எதுக்கு 500 ரூபாய் முதலாளின்றாங்க? அவர் 500 ரூபாய் முதலாளி கூட்டாங்களா? ஆமா, 500 ரூபாய் கொடுங்கன்னு கேக்குறாங்கன்னு நினைச்சிட்டு இருந்தேன் அவ்வளவு நேரம். 500 ரூபாய் முதலாளி, 500 ரூபாய் கேங்கு அப்படின்னு சொல்லிட்டு இருந்தாங்க. என்ன வர உன்னோட எனக்கு மலையாளம் புரியுது போல. ச்சே, இன்னைக்கு 2 தடவை தோட்டு நான் தோட்டு. ഗാഡ്ഫാദർ എന്റെ കെട്ടിയനെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത്? പറയടാ, ആർക്കാ കൊണ്ടുപോകേണ്ടെന്ന്? നീയൊക്കെ ആണോടാ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന വലിയ ആണുങ്ങള്? പെണ്ണിന്റെ ചൂടറിയാത്ത നീയൊക്കെ എവിടുത്തെ ആണുങ്ങളാടാ? ആണുങ്ങളുണ്ടെങ്കിൽ വാടാ, തൊട്ടു നോക്ക്. പെണ്ണിന്റെ ചൂടെന്താണെന്ന് കാണിച്ചു തരാം. വാടാ, ചൂടുണ്ടെങ്കിൽ വാടാ പട്ടികളെ. ஒரேடி அடிச்சிட்டாங்க. இப்ப யார போய் காப்பாத்தி கூட்டிட்டு போறாங்க? அந்த ஒரு சின்ன பையன் என்ன புடிச்சு வச்சுட்டாங்கன்ட்டு கூட்டு போறாங்கப்பா. என்னடா எனக்கு புரியல, உனக்கு புரியுது. அது இது இல்ல, நான் நார்மல் மலையாளம் எனக்கு புரியுது. அந்த காலத்து மலையாளங்கிறதுனால நார்மலா இருக்கு. இப்ப ஸ்லாங் யூஸ் பண்ணாங்கன்னா டவுட்டா இருக்கு. பிளாக் காலேஜ் എഴുതിട്ട് കണക്കാ കണക്കാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വിവാഹിതയാകാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ഇങ്ങനെ ഒരു യാത്രയപ്പ് നൽകുന്നത് എന്റെ സർവീസ് ലൈഫിൽ ആദ്യത്തെ അനുഭവമാണ്. കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ ചെറുപ്പക്കാരനായ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ ശ്യാമപ്രസാദിനെയാണ് മാലുവിന് ഭർത്താവായി കിട്ടാൻ പോകുന്നത്. ഓ പെരിയ ഇടം தான். സമൂഹം പെരിയ ഇടം. അങ്ങോട്ട് മാലുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരുപിടി അനുമോദനങ്ങൾക്കും സ്വീകരണങ്ങൾക്കുമൊക്കെ ഈ ചടങ്ങ് ഒരാരംഭമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാലുവിനെ നമുക്ക് യാത്രയാക്കാം. മാലുവിന്റെ യാത്ര அப்படின்னு ஒரு படம் எடுங்க. போடா മാലു, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. അപ്പൊ സ്റ്റഡീസ് ഒരു സീറ്റ് പോച്ചാ ആ കോളേജിൽ ആവശ്യപ്പെട്ട മാലു അത് ചെയ്തു തരുമോ? എന്താ മാറ്റർ? ദാ എന്താ ഇത്? എന്റെ ട്രാൻസ്ഫറിനുള്ള റിക്വസ്റ്റാ. മാലു ഇത് ശരിയാക്കി തരണം. ഞാനോ?
അതെ, മന്ത്രിയോട് ബർത്ത. ഭാര്യ ആദ്യം പറയുന്ന റെക്കമെൻഡേഷൻ ആവുമ്പോ മന്ത്രി ഉപേക്ഷിക്കില്ല. പറ്റില്ല എന്ന് പറയരുത്. എങ്ങനെയെങ്കിലും മാലൂത് ശരിയാക്കി തരണം. അയ്യോ, ഭർത്താവിന് ഏതായാലും husband? പറഞ്ഞു നോക്കട്ടെ. പിന്നെയൊക്കെ മാറ്റന്റെ ഭാഗ്യം. താങ്ക് യു മാലു, താങ്ക് യു വെരി മച്ച്. ഉം. എന്നാ വരട്ടെ. ഭർത്താന ഹബി ഭർത്തന ഹസ്ബൻഡ് ഭാര്യന വൈഫ് ഭാര്യ ഭർത്ത ഭാര്യ വൈഫ് ഭർത്ത ഹബി. ബൈ മാലു, മറക്കരുത്. കഴിയുമെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പറയണം. ഓക്കെ മാറ്റൻ, ഞാൻ നോക്കാൻ പറഞ്ഞില്ലേ. വരട്ടെ. ശരി ബീന, ബൈ. உங்களுக்கு உங்க பிரச்சனை. പ്രശ്ന ആ ടീച്ചർക്ക് എന്താ റെക്കമെൻഡേഷനാ? വീട്ടിലും വരണ്ട് ഒരുപാടെണ്ണം. മന്ത്രിയെ കൊണ്ട് അത് ചെയ്യിച്ചു തരണം, ഇത് ചെയ്യിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ്. ഈ കല്യാണം ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, പിന്നെ ഒറ്റ ഒരുത്തിനോ 500 മുറ്റത്തേക്ക് ചെല്ലൂല. പറയണത് കംപ്ലീറ്റ് ആയിട്ട് ആനപ്പാറയിലെ മുറ്റത്തേക്കായിരിക്കും. നമ്മുടെ അച്ഛമ്മയെ കാണാനായിരിക്കും. അച്ചമ്മയ്ക്ക് വലിയ സന്തോഷായിട്ടുണ്ടാവും അല്ലേ? പറയണോ, ഇന്ന് കാലത്ത് കൂപ്പിന്ന് 2 ആനയും കൊണ്ട് നിർത്തിയിട്ട് ഭയങ്കര പ്രാക്ടീസിംഗ് ആണ്. യാണി വെച്ചാ കല്യാണത്തിനെ ആനയാത്ര പനിനീര് തളിക്കണത്. ഓ நல்லா இருக்குனே. யானையை வச்சு பண்ணிருக்கேன். அம்மா இந்த பிராக்டிஸ் பண்ணிருக்காரு. ഫിലോമിന. തളിയാന് പനിനീര്, തളിയാന് പനിനീര്. നിങ്ങൾക്ക് ആരന്റെ ആനപ്പാപ്പാനേക്കിത്? അതുകൊണ്ട് ഒന്ന് ഞാൻ കാണിച്ചു തരാം. തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര്, പനിനീര് തളിയാനെ. പനിനീരും തെളിച്ച് പിണ്ടവും വെച്ചു. ഇപ്പൊ ഉമ്മറും മെനകേടായപ്പോ നമുക്ക് സമാധാനമായല്ലോ. എടോ, ഈ പിണ്ടൊക്കെ വേഗം ഇവിടുന്ന് കോരി കളഞ്ഞോ, ഇല്ലെങ്കിൽ ചേട്ടൻ വന്ന് കണ്ടാ മതി, തിന്നുകളയും. നിന്റെ ചേട്ടൻ ആനപ്പിണ്ടല്ലേ തിന്നണത്? ഒന്ന് പോണ അവിടുന്ന്. നീ പഠിപ്പിക്കറ. തളിയാന് പനിനീര്, അങ്ങോട്ട് ഓ തലവൻ தான் அது. എന്താണ്ടെന്നൊന്ന് കണ്ണൂരിച്ചിട്ടുണ്ട്. തന്നോട് ആരാടോ പറഞ്ഞു ആന ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? ഞാൻ അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടാ? അവിടെ ആന ഇല്ലാതെ കൂപ്പി പണി മുടങ്ങി. ആനകൾ ഇവിടെ കൊണ്ടു നിർത്തി കോപ്പറായി കാണിക്കുന്ന. സിദ്ദിഖ് വരില്ലയാ? ഇവരാ? കൊച്ചിന്റെ ഓക്കേ. കല്യാണത്തിന് സിദ്ദിഖ്. അതൊരു അന്തസ്സാണ്. എന്നാ ഒരു കാര്യം ചെയ്യും, സാമ്പാർ വിളമ്പാനും കൂടി ആന ഏൽപ്പിക്ക്. അത് ഒരു അന്തസ്സാ. ஹரிஹர் நகர் கேங் இருக்கு. இவர் சித்திக் தான். ആനപ്പാറയിലാന പനിനീര് തെളിക്കണോ സാമ്പാർ വിളമ്പണോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. കൊടകത്ത് അമ്മേ ദേ ഒരു മാതിരി കേറി പോടകത്ത്. அலெக்ஸ் சித்திக் நினைக்கிறேன். തളിയാന് പനിനീര്, തളിയാന് പനിനീര്, ഇവിടെ തളിയാന് പനിനീര്. ആ ഏട്ടൻ ഇവിടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് തോന്നിയാസൊക്കെ ചെയ്യിക്കുന്നത്. 10,000 ആളുകൾ കൂടുന്ന ഒരു കല്യാണമാണ്. അതിന്റെ കൊത്ത നടുക്ക് 2 ആനയും. ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനായി എന്നടാവേ, ആനയ്ക്ക് പകരം ഞാൻ പോയി പനന്തിരി കളിക്കണോ? വേണ്ട, ഇവിടെ ഇങ്ങനെ മസിലും പഠിപ്പിച്ചോണ്ട് നിന്നോ. ഇതേ ഒരു മാതിരി മറ്റേടത്തെ വർത്തമാനം പറയല്ലേ. നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് പോയി പറയണ പോലെ തുടങ്ങി. കാലത്തെ തുടങ്ങി രണ്ടും ഒന്ന് നിർത്തിക്കൂടെ? നിനക്കിപ്പോ എന്താണ് വേണ്ടത്? കല്യാണ പന്തലിൽ ആന ഉണ്ടായിരിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പണി? എടാ, ഓരോ കിലോ പഞ്ഞി വാങ്ങി 2 ആനയുടെയും ചെവിട്ടി കുത്തി കയറ്റിയിട്ടാ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. ഇനി വെടി പൊട്ടിയാലും ആനയ്ക്ക് കേക്കില്ല. പിന്നാണോ പനിനീര് തെളിയാനെ, പനിനീര് തെളിയാനെ. തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോ അമ്മ തന്നെ പറഞ്ഞ് വിട്ടോളൂടാ. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം കൊള്ളാം കൊള്ളാം. കൊള്ളാം. ആനയുടെ ചവിട്ടില് മാത്രമല്ല നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കണം. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മയില്ലാത്ത ഒരു കൊച്ചന്റെ കല്യാണം ഇത്. പന്തലിലെ ആനയെന്നല്ല അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും. മനസ്സിലൊരു മാത്രം അവിടെ നിന്നാ മതി. മനസ്സിലായ? എനിക്കറിയാൻ പാടില്ല എന്റെ ദൈവമേ, കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആന ചവിട്ടിക്കൊല്ലുന്നു. ഓ அவங்க മതം പിടിച്ചിട്ട് ഭയപ്പെടാണ്. ആ വന്നല്ലോ രാജകുമാരി. അച്ഛമ്മയുടെ പൊന്നുമോള് വന്നല്ലോ. ഇവங்களுமே ரிச் നമ്മള്. അച്ഛമ്മേ വാ. இவங்க சப்போர்ட்ல தான் அந்த கேம் இருக்கு. കോളേജിൽ വലിയ യാത്രയൊക്കെ ആയിരുന്നു കേട്ടു. അങ്ങനെ അങ്ങോട്ട് കളിയാക്കണ്ട. ഇപ്പൊ കോളേജിൽ ഇതൊക്കെ പതിവുള്ളതാ അല്ലേ മാലു? പിന്നെ എന്റെ കല്യാണത്തിന് കോളേജിൽ നിന്ന് മുഴുവൻ കുട്ടികളും കൂടി എന്നെ കാറിക്കൊണ്ടുവന്ന ആക്കായിരുന്നു. ഈ മരക്കൊന്നനെ കെട്ടാൻ വേണ്ടിട്ട് നിന്നെ കോളേജിൽ നിന്ന് പടയേറ്റ് കൊണ്ടുവന്ന ആക്കണ്. ഇളയച്ച അച്ഛൻ എവിടെ പോയി? ചേട്ടൻ വക്കീലിനെ കൂട്ടി നിന്റെ മന്ത്രിയെ കാണാൻ പോയിരിക്കാ. പോയിട്ട് നേരെ കുറെ കാണാൻ പറ്റിയിട്ടുണ്ടാവൂല. ഒന്ന് പോട നീ. കാണാൻ പറ്റാതിരിക്കാൻ അയാൾ എന്താ മാഞ്ഞു പോയ? എന്താടോ വക്കീല്? ആ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വരാൻ പറ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആവില്ല, അതൊന്ന് പിടിച്ചു തരാൻ പറ. ആരും വക്കീലൊന്ന് സഹായിക്കാൻ. എന്താ? ഒന്ന് പിടിച്ചു കൊടുത്തേടാ. അവിടുന്ന് ഏതാണ്ടൊക്കെ കൊടുത്തു വിട്ടുണ്ട്. അയ്യോ അച്ഛൻ നോക്കി കണ്ണുകൊണ്ട് പിടിക്കേ. ഈശ്വര, കണ്ണുള്ള സെവന്ന് കിടക്ക്. ഫുൾ മുട്ടയാ? നിങ്ങളൊന്നും മാറി നിർത്തിയിട്ട് ആദ്യം കൊള്ളട്ടെ. വലിയ എന്താ പറ്റിയത്? വെള്ളം ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടേ.
ചേട്ടാ എന്താ പറ്റിയേ? വിഷമം എന്താണെന്ന് പറയേ. എന്താണ് വക്കീലേ, എന്താ ഉണ്ടായത്? ഡോ തന്റെ വായിൽ നാവില്ലേ? എന്താ പറ്റിയെന്ന് പറ. ഞാനത് എങ്ങനെയാ പറയണത്? തൊള്ളോണ്ട് താനത് പറയണ്ടോ? ഈ കല്യാണം നടക്കൂല. ஏன் வரதட்சணை அதிகமா கேட்டிருப்பாங்க போல. മന്ത്രിക്ക് നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് മന്ത്രിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതാ നമ്മുടെ കൊച്ചിന്റെ കല്യാണം മുടക്കാൻ. താൻ എന്താ പറഞ്ഞത്? ആനപ്പാറയിലെ കൊച്ചിന്റെ കല്യാണം മുടക്കിയതോ? ആർക്കാണോ അതിന് ധൈര്യം ഉള്ളത്? പറയണോ? ഈ നാട്ടിൽ ആർക്കാണ് ധൈര്യം ഉള്ളതെന്ന്? അതിന് എന്റെ കോങ്ങയ്ക്ക് പിടിച്ചിട്ട് എന്താ കാര്യം? പിടിക്കുന്നെങ്കിൽ അയാളുടെ കോങ്ങയ്ക്ക് പോയി പിടിക്കണം. ആ 500 അയാളാ ഈ കല്യാണം മുടക്കിയത്. മുകേഷ് കടഹാവട്ടെ ആ എംഎൽഎമാരെ കൊണ്ട് 500 പറയിച്ചു ഈ കല്യാണം നടന്നാൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു. ഒടുവിൽ മന്ത്രിസഭ വീഴുന്നായപ്പോ മന്ത്രി കല്യാണത്തിന് പിന്മാറി. എന്താ സാറേ? ആഭ്യന്തരമന്ത്രി ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയാണ് ഞാൻ തുപ്പിയത്. അത് നീ എന്റെ തുപ്പത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട് അത് നീ തുപ്പടുത്തോന്ന് കോളാമ്പി പോലെ വായ പൊടിച്ചിട്ടല്ലേ? അങ്ങോട്ട് മാറിയിടാ. മാറിയിരുന്ന ചെവിയേക്കൂല മുതലാളി. കേട്ടിട്ടെന്തിനാ മലമറിക്കാനോ? അങ്ങോട്ട് മാറിയിടാ. அவங்க எச்சதுக்கு ஒரு பவுல் வச்சிருப்பாங்கல்ல, அது மாதிரி உட்கார்ந்துகிட்டு இருக்கேன். ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. കൊല്ലോടാ ആ കിളവരി, ഞാനെന്നെ കൊല്ലോടാ, കൊല്ലോ. എന്താ ഇത്? ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങള് എന്നാ ഇന്നടാ ഇത് കൊണ്ടുപോയി ചോദിക്ക്. നീയൊക്കെ ആണാണെങ്കിൽ പോയി കൊന്നിട്ട് വേണാ. എന്താ 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 ഇത്? ദേ വക്കീലുണ്ട്, എന്റെ ഈ സ്വത്തും പണം എല്ലാം ഉണ്ട്. ചെല്ലടാ ചെല്ല്. കേസും കോടതി ഈ അച്ചമ്മയ്ക്ക് പുത്തിരിയല്ലടാ. അച്ഛമ്മ എന്ത് உள்ள போறது இவருதான் பாஸ். അതേടോ ഭ്രാന്താണ്. ആനപ്പാറയിൽ അച്ചമ്മയ്ക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് മൂത്തപ്പണം ഞാൻ അയാളെ കൊന്നേന്ന് താൻ കോടതിയിൽ പോയി പറഞ്ഞോ? നോക്കി നിൽക്കാൻ അമ്മയുടെ കയ്യിൽ തോക്ക് മേടിക്കടാ. അമ്മ അവിടെ നിൽക്കാൻ. കൊല്ലു ഞാൻ. അടുത്ത് പറയരുത്. തരില്ല. അമ്മ തോക്കിനെ அதுக்கு தന്നே அம்மையோட போச்சு வக்கீல சொல்ல போறாங்க. கடிக்கல கடிக்கல. ഇതിക്കേ പാട്ടി മയങ്ങിരിച്ച്. അസ്സല ഇതിലും വലിയൊരു അടി അവർക്ക് ഇനി കിട്ടാനില്ല. ഇനിയിപ്പോ ഇവിടത്തെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ. ഇവിടുത്തെ കുട്ടികൾ ഇപ്പോഴും സ്വസ്ഥമായിട്ട് തന്നെയാണോ ജീവിക്കുന്നേ? മുതലാളി, ജീവിക്കണമെന്ന് പറഞ്ഞ ഇതൊരു ജീവിതമാണോ മുതലാളി? ഒന്നുകിൽ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക, അല്ലെങ്കിൽ ആനപ്പാറക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക. ഇതല്ലാതെ അവർക്കും വേണ്ടേ മുതലാളി ഒരു ജീവിതം? വേണ്ട. ഇനിയും ഇങ്ങനെ വാശി പിടിക്കണോ? കൊല്ലം 10-20 ആയില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട്? ഇത് ഇനിയെങ്കിലും നടന്നിരിക്കും പിന്നാടി. പഴയതൊക്കെ മറന്നൂടെ? മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? പറയുന്നു. എന്തൊക്കെയാ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൺമുമ്പിലാ വെട്ടുകൊണ്ട് വീണത്. ഈ കൈകളിൽ കിടന്ന് അവസാനം അവൾ പെട്ടഞ്ഞ് മരിച്ചത് അത് ഞാൻ മറക്കണോ? പിന്നെ 14 കൊല്ലം ഞാൻ പൂരപ്പുര സെൻട്രൽ ജയിലിൽ കരിങ്കല്ലുടച്ചത് മറക്കണോ? മറക്കണോ? ജയിലിലും വിടുന്നത്. എടോ, താനിപ്പോ ചോദിച്ചില്ലേ എന്റെ മക്കൾക്കൊരു ജീവിതം വേണ്ടെന്ന്? അവർക്ക് എന്തേ ഒരു ജീവിതം ഇല്ലാണ്ടായി പോയി? എന്തേ എന്റെ ബാലരാമൻ കല്യാണം കഴിക്കുന്നത്? എന്റെ സ്വാമിനാഥനും പ്രേമചന്ദ്രനും എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? എന്റെ രാമഭദ്രന് ശേഷം ഒരു കുഞ്ഞിക്കാലി മീറ്റത്ത് എന്തേ ഓടി കളിച്ചില്ല? പറയടോ, പറയാൻ. ഇതൊന്നും 500 മറക്കില്ലടോ, മറക്കില്ല. ആ തള്ളയും മക്കളെയും നശിപ്പിച്ച് ഈ 500 ശവം ചമ്പലാവൂ. அதான் சொல்றேனே, அவர் பேரு 500. அவங்க கேங் அதான் 500 500 முதலாளி கணக்கு. அவங்க கேங்க 500 முதலாளின்றாங்க. அவர் பணம் கொடுக்கறது 500 இல்ல, அவர் பேரே தான் 500. நீ தமிழ்ல சொல்றடா, அது ஆக்சுவலி வேற ஏதோ ஒரு പേര്. അകത്ത് പറയുന്നത് തീയാണോ തീ? അത് വീശി കെടുത്ത നീ ആദ്യം. എടാ, നിന്റെയൊക്കെ അച്ഛൻ മരിക്കണവരെ 500 തോറ്റിട്ടില്ല, തോക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. നിന്നെയൊക്കെ പ്രസവിച്ച കണക്കിൽ പോലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. അവിടെ 500 ഭാര്യ 4 പ്രസവിച്ചപ്പോ ഇവിടെ ഞാനും പ്രസവിച്ചിട്ടാണ് നിങ്ങൾ 4 തടിയന്മാരെ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് 500 ജനിച്ചത് ആണുങ്ങളും എനിക്ക് ജനിച്ചതൊക്കെ ആണും പെണ്ണും കെട്ടവന്മാരാണെന്ന്. ഭൂമി ദേഷ്യപ്പെട്ട കൊണ്ടായില്ല. അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നിങ്ങളെ പോലെ 4 ആൺമക്കളല്ലേ അവിടെ 500 ഉള്ളൂ. എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല? ബുദ്ധി ഇല്ലാഞ്ഞിട്ടോ ശക്തി ഇല്ലാഞ്ഞിട്ടോ പണമില്ലാഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ.
നിങ്ങളെക്കാൾ യോജിപ്പ് അവന്മാർക്ക് അവിടെ ഉള്ളതുകൊണ്ടാ. അവിടെ 500 പറയുന്നു, മക്കൾ അനുസരിക്കുന്നു. ഇവിടെ അതാണോ സ്ഥിതി? നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ കാര്യം. അങ്ങനെ പറഞ്ഞു കൊടുക്കും വക്കീൽ അങ്ങോട്ട്. ஆளாளுக்கு ஒரு வைஃபில் போயிடுச்சு. அதனாலதான் அங்க ஒய்ஃப் இல்ல. அப்பா சொல்றத 5 பேர் கேட்டுக்கிறேன், 4 பேர் கேட்கறாங்க. അസലായി. ഇതാ പെണ്ണിന്റെ ശക്തി. പോയപ്പോ വാല് പോലെ കൂടെ പോയത് കണ്ടോ? ഇതുപോലെ അവന്മാര് നാല് വഴിക്ക് ആകണമെങ്കിൽ അവിടെ ഒരു പെണ്ണ് വേണം. അവിടെ പെണ്ണില്ലാത്തതാ അവരുടെ ശക്തി. கண்டுபிடிச்சிட்டாங்க. അവിടെ ഏതെങ്കിലും ഒരുത്തന്റെ മനസ്സിലേക്ക് ഒരു പെണ്ണൊന്ന് വന്ന് നോക്കട്ടെ. പിന്നെ നിങ്ങളും വേണ്ട, വക്കീലും വേണ്ട, കേസും വേണ്ട, കോടതിയും വേണ്ട, ഒന്നും വേണ്ട. എല്ലാം അവള് ചെയ്തോളൂ. 500 ഒഴിച്ച് കുളം തോണ്ടുന്ന കാര്യം ആ പെണ്ണ് നോക്കിക്കോളൂ. എന്തു പറയുന്നു? മതിയാക്കണമെന്ന് കുറെ നേരമായില്ലെന്ന് കുരക്കണത്. ഇവിടെ ഒരു കൊച്ചു കല്യാണം മുടങ്ങി കരഞ്ഞാലിച്ച് കിടക്കണത്. അപ്പോഴയാൾ അവന്മാർക്ക് വേണ്ടി അന്വേഷിക്കാൻ നടക്കണത്. കല്യാണം മുടങ്ങുന്ന വെച്ചാൽ ഞാൻ കൊല്ലാൻ പറ്റുമോ? പഠിക്കാൻ വിടണം. കൊല്ലണോ പഠിപ്പിക്കണമൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിനി പഠിക്കാൻ പോവില്ല എന്നാ പറയുന്നത്. പഠിക്കാൻ പോകില്ല എന്നൊക്കെ അത് പറയും. പക്ഷെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്ന അതിന്റെ വിഷമം കൂടുകയുള്ളൂ. അതുകൊണ്ടാണ് പറയണത് അതിനെ പഠിക്കാൻ വിടണം. ബാക്ക് ടു ലോ കോളേജ്. മാല് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന മാലുവിന് നമ്മൾ ഗംഭീരമായ വരവേൽപ്പ് കൊടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഉദാരമായി സംഭാവന ചെയ്യുക. ജഗദീഷ്. ഒടിഞ്ഞു പോട്ടെ, സംഭാവനകൾ കൂമ്പാരമായാൽ പരിപാടി ഗംഭീരമാവും. അവിടെ ഇതുമായിട്ട് ഇവിടെ നിൽക്കുന്ന നിന്റെ ഒക്കെ ജാട കാണാനല്ല, ഷോയ്ക്കല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്. ആ മേഴ്സി വരുന്നുണ്ട്. ആ തല്ലുള്ളി രാവിലെ തണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. വെൽക്കം വെൽക്കം. മേഴ്സി വരുന്നുണ്ട്. മേഴ്സി ഞങ്ങളോട് അല്പം മേഴ്സി കാണിക്കണം. ഇതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഇടണം. മടങ്ങി വരുന്ന കാശില്ലെന്നാണോ മനസ്സില്ലെന്നാണോ? മനസ്സില്ല. മനസ്സ് വേണ്ട, കാശ് മതി. നാണല്ലോ. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. കാശിലേ പറഞ്ഞാൽ മതി, അങ്ങോട്ട് തരാം. മായൻകുട്ടി ഇടാം, ആർക്ക് വിടാം? ഏത് 500 മോന് വിടാം? ഒരേ കോളേജാ. ഉടനെ പാട്ട എടുത്ത് തെണ്ടിക്കണം. എടാ ഈ പരിപാടി ഞാൻ പ്ലാൻ ചെയ്താണെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കാനും എനിക്കറിയാം. ഇത് ആ ചെലവ് അറിയാം, നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം. അങ്ങനെ നീ വഹിക്കണ്ട. അയ്യേ, ഇതിപ്പോ നിന്റെ പോക്കറ്റ് കിടന്നാലും എന്റെ പോക്കറ്റ് കിടന്നാലും എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസം ഇല്ലല്ലോ. അപ്പൊ ഇത് ഇവിടെ തന്നെ കിടക്കട്ടെ. ഇവർക്കാർക്കും വിരോധമേ, എനിക്ക് പ്രശ്നമില്ല. ഏതായാലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന വരവേൽപ്പ് ഗംഭീരമായിരിക്കണം. അവരുടെ കൂട്ടുകാരികൾ കൊടുത്ത യാത്രയപ്പിനേക്കാൾ ഗംഭീരമായ വരവേൽപ്പ്. ഓക്കെ அவளை பில்டப் பண்ணி அனுப்பும் பொழுதே நான் நினைச்சேன் வெந்த புண்ணுல வேலை பாய்ச்சற மாதிரி ரொம்ப நாட் திஸ் டியூன் டூட். ஹிட்டிங் பாயிண்ட் தான். டிரைவர் வண்டி எடுக்க. பாட்டா அவ்வளோதான், ஷோலி முடிஞ்சு வீட்டுக்கு அனுப்பிச்சாச்சு. கேங் ஃபைட் ஆக போகுது. എന്റെ മോൾക്ക് എന്താണ് ഈശ്വര പറ്റിയത്? എന്താ എന്തിനാ അവള് കരയണേ? എന്താ அந்த black saree சூப்பரா இருக்கு. എന്താ ഉണ്ടായെന്ന് പറയൂ. എനിക്ക് എങ്ങനെ അറിയാൻ? ചോദിച്ചിട്ട് പറയണ്ടേ? മാലു സാരിയാ സാരിയിൽ ഇരിക്ക അക്കാവാ? രണ്ടുമേ. നിന്നോടല്ലേ ചോദിക്കുന്നത്? എന്താ അച്ഛ പറ മോളെ. ഞാൻ പറഞ്ഞതല്ലേ ഇനി ഞാൻ പഠിക്കാൻ പോണില്ലെന്ന്. പിന്നെ എന്തിനാ എല്ലാരും കൂടെ എന്നെ ആ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടത്? നരകമോ? പറ്റിയാ കോളേജിൽ മുഴുവൻ വെച്ച് എന്നെ അപമാനിച്ചപ്പോ മതിയായല്ലോ. നാണോ മാനം കെടുത്തിയപ്പോ സമാധാനമായല്ലോ. ആരതിനെ അപമാനിച്ചത്? ചോദിച്ചേട്ടില്ലേ? വേറെ ആര്? 500 അവൻ തന്നെ, ആ 500 മകൻ രാമഭദ്രൻ. ഫൈനലി റോസ് വന്നിരിച്ചു. ഇതിനു മുമ്പ് ഈ ധൈര്യവും ചാട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എവിടുന്ന് വന്നറിയ ആവേശമൊക്കെ? കേറി പോടാത്ത്. അമ്മേ, ഇത് അങ്ങനെ വിടാൻ പറ്റില്ല. ആനപ്പറയിലെ പെണ്ണത്തോട്ടായ അവന്റെ കളി. അവന്റെ കൊരവള്ളി പൊട്ടിച്ചിട്ട് ഞങ്ങൾ വരും. നിങ്ങൾ വന്നേ. എടാ വെക്കടാ, കേറി പോവാനല്ലേ പറഞ്ഞത്? பண்றாங்க. Party got another plan. could be சினிஸ்டரா பிளான் இருக்கும்னு நினைக்கிறேன். எப்படி இந்த பெண்ணை வச்சு தான் பண்ண போறாங்கன்னு நினைக்கிறேன். கப்பு தம்பி enemies to lover. അടുത്ത கொஞ்ச നേരത്തെ കഥ സ്റ്റോറി. ഒരു പുന്നാരും വേണ്ട. അച്ഛമ്മയുടെ മാനം രക്ഷിക്കാനല്ലേ ഞാൻ പിന്നെ കോളേജിൽ പോയത്. എന്നിട്ടിപ്പോ എന്റെ മാനം പോയപ്പോ ഇവിടെ ആർക്കും ഒരു ദണ്ണും ഇല്ലല്ലോ. ഇല്ലെന്ന് ആര് പറഞ്ഞു? എങ്കിൽ ചോദിക്കാൻ പോയപ്പോ അച്ഛമ്മ എന്തിനാ അച്ഛനെ ഇളയച്ചന്മാരെയൊക്കെ തടഞ്ഞത്? ബഹളത്തിന് പോയിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ അല്ലേ? അച്ഛമ്മക്ക് ഇപ്പൊ അച്ഛമ്മയുടെ മക്കളാവലത്. ഞാനാരാ? എടി വണ്ടി അച്ഛമ്മേനെ നീ ഇങ്ങനെയാ മനസ്സിലാക്കിയിരിക്കണത്? ഇന്ന് അവൻ കോളേജിൽ വെച്ചിട്ട് ആരെ അവമാനിച്ചത്? എന്നെയോ നിന്റെ അച്ഛനോ ഇളയച്ചന്മാര് തടിയന്മാരും ഒന്നുമല്ലല്ലോ, നിന്നല്ലേ. അപ്പൊ ഇതിന് പകരം ചോദിക്കേണ്ടത് ആരാ? നീയേ.
എപ്പടി You have to give it back. നീ തന്നെ പകരം ചോദിക്കണം. പഹടം ചോദിക്കും. പകരം. പഹരം. 500-മാരെ തോൽപ്പിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ആണുങ്ങളില്ല. അതിന് നിന്നെ പോലത്തെ ഒരു സുന്ദരി പെണ്ണ് തന്നെ വിചാരിക്കണം. അവൻ എങ്ങനെയാ? സുന്ദരനാ? ആര്? ആ 500-ന്റെ മോൻ. ആ, ഞാനൊന്നും നോക്കിയിട്ടില്ല. എന്നാ ഇനി നോക്കണം. നിന്നെ കൊണ്ട് കഴിയണമാതിരി ഒക്കെ നോക്കണം. അവനെ നീ വളച്ചെടുക്കണം. അച്ഛൻ എന്താ ഈ പറയണേ? ഞാൻ അവനെ പ്രേമിക്കണം. പ്രേമിച്ച കൊല്ലും ഞാൻ. പ്രേമിക്കണ മാതിരി അഭിനയിക്കണം. അഭിനയിച്ച് അവനെ നിന്റെ വാലിന്റെ തുമ്പിലാക്കി കൊണ്ടു നടക്കണം. നീ പറഞ്ഞ അവന്റെ തല വെട്ടാൻ പറഞ്ഞ വെട്ടണം. നീ കുടിച്ച കണ്ണീരിന് അങ്ങനെ എണ്ണി എണ്ണി അവരോട് നീ പാരം ചോദിക്കണം. ഈ അച്ഛമ്മ പാരം ചോദിപ്പിക്കും. സ്നേക് ബിഹേവിയർ. 22 ജഗദീശ് ബിൽഡ് ഹെവി. 24 എന്നാ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ഹാർപ്പോ ഇറോ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. പാട്ട് പാടിയിട്ട് ഓ മൈ ഗോഡ് വാട്ട് എഫർട്ട്. ഇവിടെ രാമഭദ്രന്റെ മുറി ഏതാ? മേളില നമ്പർ பாய்ஸ் ஹாஸ்டலுக்கு வந்துட்டாங்க. വേണ്ട, പോയി കണ്ടോളാം. பாய்ஸ் ஹாஸ்டல் அலோ பண்ணிட்டாங்களா? രാമഭദ്ര എന്തോന്നാടാ ചാവമേ? പെണ്ണ് വരുന്നു. പെണ്ണ? ഏത് പെണ്ണ്? അവള് ആ മാലു. അവളിപ്പോ ഇങ്ങോട്ട് കയറി വരുമെന്ന്. എഴുന്നേക്കാൻ എഴുന്നേക്കാന്റെ മുണ്ട് അവിടെ ഉണ്ടില്ലേ? അയ്യേ നീ കട്ടിലുണ്ടോ നോക്ക്. ഉണ്ടോട്ട് എളുപ്പം കട്ടിക്ക് വേണ്ടിയതാ മുണ്ട്. ഞാൻ രാമഭദ്രനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ? അത് പറയാൻ നേരമാത്. സോറി, ഇവനെ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാ മതി. ഇത് നമ്മളെ രണ്ടുപേരെയും മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പോ നമ്മൾ മാത്രം കേട്ടാ മതി. അവരോട് വേസ്റ്റ് കെട്ടണമില്ല, ഫുള്ളാ കെട്ടണം. ഞാൻ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞാ പോരെ? വേണ്ട വേണ്ട, അവിടെ നിന്ന് പറയാൻ സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഇവിടെ തീരെ സൗകര്യമില്ല. എന്നിട്ട് രാമഭദ്രൻ താമസിക്കുന്ന മുറിയാണെന്നാണല്ലോ താഴെ പറഞ്ഞത്. മര്യാദക്ക് മുറിന്ന് പുറത്തിറങ്ങാൻ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതല്ല. ഞാൻ ഉടനെ പോവും. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും. ഞാൻ രാമഭദ്രനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ രാമഭദ്രൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ഉപദ്രവം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടുകാർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ എന്നോടാണോ പ്രതികാരം ചെയ്യണേ? ഇപ്പോ എന്റെ കല്യാണം മുടക്കി. ഇനി നിങ്ങളായിട്ട് എന്റെ പഠിപ്പും കൂടെ മുടക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. പ്ലീസ്, ഇനി എന്നെ ഉപദ്രവിക്കരുത്. തമ്പി ഏമാന്നിട്ടിയടാ. ആണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാല് പിടിക്കുമ്പോ പിന്നെ ഉപദ്രവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല. அது வேற காலம், இப்பெல்லாம் கிடையாது. அப்ப ஏமாத்தலாம். 91ல பண்ணலாம். இப்போ வந்து ஈக்குவல் ஆப்பர்ச்சுனிட்டி. അവള് പറഞ്ഞിട്ട് പോയത് കണ്ട. നീ ഒരു ആണാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം. എന്താണ് അതിന്റെ അർത്ഥം? എന്തർത്ഥം? നിന്റെ വീട്ടിൽ നിന്നെ മാത്രമേ ആണായിട്ട് അവള് കാണുന്നുള്ളെന്ന്. നിന്റെ ചേട്ടന്മാരും ആണുങ്ങളല്ലെന്ന്. അതുകൊണ്ട് അവരാരും കല്യാണം കഴിക്കാത്തതെന്ന്. അങ്ങനെ അവൾ എപ്പോ പറഞ്ഞു? എടാ പോത്തെ, നിന്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ പോയത്? പറഞ്ഞില്ല പോത്തെ. അയ്യേ അയ്യേ. படூர்லாம் வாழ்ந்தவனா வாழ்றவன் செத்தவனா செத்து எல்லாம் எடுத்துருக்காங்கப்பா. എടി, നിന്നോട് ആരാടി പറഞ്ഞത് എന്റെ ചേട്ടന്മാരൊന്നും ആണുങ്ങളല്ലെന്ന്? അയ്യോ, ഞാനത് ഇപ്പോഴാ അറിയണത്. സത്യമാണോ? കളിക്കരുത്. 500-ന്റെ മക്കളോട് കളിക്കരുത്. ഞങ്ങള് മഹാ ചെറ്റകളാ. അയ്യേ, എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കണേ? ആദ്യം പറഞ്ഞു ആണുങ്ങളല്ലാന്ന്, ഇപ്പൊ പറയണു ചെറ്റകളാണെന്ന്. എന്ത് പറ്റി? ബാഡ് ബോയ്സ്. മതി, എന്താ തിരിക്കാൻ? നീ എന്താ പറഞ്ഞത്? നിന്നെ ദ്രോഹിക്കരുത്, ഉപദ്രവിക്കരുത്. എടി, നീ ആനപ്പാറയിലെ പെണ്ണാണെങ്കിൽ ഈ 500-ന്റെ മോൻ നിന്നെ ദ്രോഹിക്കും, ഉപദ്രവിക്കും, മാനം കെടുത്തും, പിന്നെ എന്തൊക്കെ ചെയ്യും? അതൊക്കെ ചെയ്യും. അത്രയ്ക്ക് അറപ്പാണ് നിന്നെ. വെറുപ്പാണ്. പുഴുത്ത പട്ടിയെ കാണുന്ന നടക്കാ നിന്നെ കാണുന്നത്. തീർന്നില്ല. നിന്നെ ഞാൻ തീർന്നു. എന്താ? എന്നാ രാമഭദ്രൻ എന്നെ എത്ര വെറുക്കുന്നോ അത്രയും ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു.
നീ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ സമ്മതം ചോദിച്ചിട്ടാണ് രാമഭദ്രൻ എന്നെ വെറുക്കുന്നത്. പിന്നെന്താ? എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. പറ്റൂല്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോ, ഏത് കുരങ്ങനെ വേണമെങ്കിലും നോക്കിക്കോ, പക്ഷെ എന്നെ നോക്കണ്ട. ഹ, ഞാൻ രാമഭദ്രനോട് എന്നെ ഇഷ്ടപ്പെടാനെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. അപ്പൊ എന്നോടും പറയേണ്ട കാര്യമില്ല. എനിക്ക് രാമഭദ്രനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണ്. അയ്യോ എന്താ കൈ നീട്ടக்கூடாது ബസ്. ഇതെന്തൊരു തോന്നിവാസമാണ്. നിങ്ങൾ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാണോ തീർക്കുക? എടോ, താനിനി 500 അല്ല, ഏത് 1000 മോനാണെങ്കിലും ശരി, മര്യാദക്ക്. അല്ലെങ്കിൽ താൻ ഇവിടെ പഠിക്കണ്ട, മനസ്സിലായോ? സർ, ഞാൻ പറഞ്ഞല്ലോ രാമഭദ്രൻ തെറ്റുകാരനല്ലാന്ന്. തെറ്റ് പൂർണ്ണമായിട്ടും എന്റേതാ. മതി, ഒന്നും പറയണ്ട. എടോ, തന്നെ ഇങ്ങനെ താക്കീത് വിടുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യമാ? എണ്ണിട്ടില്ല. എന്നാ എണ്ണിക്കോ, ഇത് അവസാനത്തേതാ. അതും ഈ കുട്ടിയുടെ ദയവുമുണ്ട്. പൊയ്ക്കോളാൻ. அந்த முன்னாடி முடி விட்டுருக்காங்களா, அதுக்கு தேங்க்ஸ். பேங்க்ஸ் பேங்க்ஸ் கொஞ்சம் ஒல்லியா இருக்காங்க இதுல. എന്ത് പണിയാ മാലുവി കാണിച്ചേ? അവൻ ഇന്ന് കോളേജിൽ നിന്ന് പുറത്താക്കായിരുന്നില്ലേ? അങ്ങനെ അവൻ ഇവിടുന്ന് പോവാൻ പാടില്ല. അവൻ ഇവിടെ തന്നെ വേണം. എന്താ മാലുവി പറയണേ? പറയണല്ല, എന്താ ഈ മാലുവിന് ചെയ്യാൻ പോണേന്ന് കണ്ടോ? ஓகே, பார்ட் 1 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 2ல சந்திப்போம். நன்றி, வணக்கம்.